ഹായ് ആൾ. KCB സബ് എഞ്ചിനീയർ എന്ന് പറയുന്നത് ഡിപ്ലോമ അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ്. ഈ ഡിപ്ലോമ യോഗ്യതയാണെങ്കിൽ പോലും കൂടുതലും ബിടെക് യോഗ്യത ഉള്ളവരൊക്കെയാണ് ഈ ഒരു എക്സാമിനേഷനിലേക്ക് വരുന്നത്. മാത്രമല്ല KCB ആയതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ നല്ല സാലറി കിട്ടുന്ന ഒരു പോസ്റ്റാണ്. പ്രൊമോഷൻ സാധ്യതകളും ഏറെയുള്ള ഒരു തസ്തികയാണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഉടൻ തന്നെ നമ്മൾ KCBയിൽ നിന്ന് വർക്കറിന് ശേഷം പ്രതീക്ഷിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് ഈ ഒരു എക്സാമിനേഷൻ നടന്നത് 2021 നോട്ടിഫിക്കേഷൻ വന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അന്ന് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുണ്ടായിരുന്ന പ്രായപരിധി എന്ന് പറഞ്ഞാൽ 18 വയസ്സ് മുതൽ 36. പുതിയ പ്രായപരിധി അനുസരിച്ച് 40 ആയിരിക്കും. OBC SC ST വിഭാഗങ്ങൾക്ക് 3 വീതവും 5 വീതവും ഇളവ് ലഭിക്കും. OBCക്ക് 3 വർഷവും SC STക്ക് 5 വർഷവുമാണ് ഇളവ് ലഭിക്കുന്നത്. ഇനിയും ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആണ്. 10ാം ക്ലാസ് പാസ്സായ ശേഷമുള്ള 3 ഇയറിൽ കുറയാത്ത ഡിപ്ലോമയാണ് നിങ്ങൾക്ക് വേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 10ാം ക്ലാസ് പാസ്സായ ശേഷം നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഡിപ്ലോമയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഹയർ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ബിടെക് യോഗ്യതയുള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഒരു മത്സരം നടക്കുന്ന ഒരു എക്സാമിനേഷൻ. അപ്പോൾ ഈ ഒരു എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം അവസാനമായിട്ട് നടന്ന എക്സാമിനേഷനിൽ DOE നിലവിൽ വന്നത് 29/11/2023 അപ്പം 29/11/2029 കഴിയുമ്പോൾ, അതായത് 26 ഇതിന്റെ കാലാവധി കഴിയും. ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയും. അപ്പോൾ അതിന്റെ പിറ്റേ ദിവസം തന്നെ റാങ്ക് ലിസ്റ്റ് വരുന്ന രീതിയിലായിരിക്കും കേരള PSC അതിന്റെ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ നിലവിൽ അന്ന് വേക്കൻസികൾ ഉണ്ടായിരുന്നത് 131 വേക്കൻസി ആയിരുന്നു. അതിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 941 ആയിരുന്നു. അതിൽ 694 പേർക്ക് അഡ്വൈസും പോയിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് നമ്മുടെ ഈ ഒരു സബ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏണസ്റ്റ് അക്കാഡമി ഓൾറെഡി ഇതിന്റെ കോഴ്സുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനി നിങ്ങൾക്കായിട്ട്, നിങ്ങൾ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ഏണസ്റ്റ് അക്കാഡമി ഒരു വലിയ ഓഫർ തരികയാണ്. അതായത് നമ്മുടെ കോഴ്സ് 5 ദിവസം നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് ഉപയോഗിക്കാം. അതായത് നിങ്ങൾക്ക് ആപ്പ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് 5 ദിവസത്തേക്ക് തികച്ചും സൗജന്യമായിട്ട് ഇത് എന്ത് ചെയ്യാം, ഒരു ഫുള്ളി പെയ്ഡ് കാൻഡിഡേറ്റ് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇത് ഇതിനോടകം തന്നെ ഉപയോഗിക്കാത്ത, അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്ത ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് അത് രജിസ്റ്റർ ചെയ്തിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം. 5 ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കോഴ്സുകളുടെ നിലവാരം മനസ്സിലാക്കാൻ കഴിയും, ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ നിലവാരം മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ സമസ്ത മേഖലകളിലും ഈ ഒരു കോച്ചിങ് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, എങ്ങനെയാണ് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ ഒരു ഫ്രീ ട്രയൽ യൂസ് ചെയ്യുക. അതായത് 5 ദിവസവും നന്നായിട്ട് എഫേർട്ട് ഇട്ട് തന്നെ നിങ്ങൾ ക്ലാസ്സുകൾ കണ്ട് പഠിക്കാൻ നോക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾക്ക് വളരെ നല്ലതാണ് എന്ന് തോന്നി നിങ്ങൾക്ക് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല, ഇത്തരത്തിൽ ഡൗൺലോഡ് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഏണസ്റ്റ് അക്കാഡമി മികച്ച ഓഫറും ഈ ഒരു കോഴ്സും നൽകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഡിപ്ലോമ അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള ഈ ഒരു എക്സാമിനേഷൻ എഴുതാൻ യോഗ്യതയുള്ള എല്ലാവരും ഇപ്പോൾ തന്നെ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു ഫ്രീ ട്രയൽ ആക്ടിവേറ്റ് ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങുക. എല്ലാവർക്കും വിജയാശംസകൾ. പിന്നെ ഇതുപോലെ തന്നെ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിലും, ഫ്രീ ട്രയലുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളുണ്ടെങ്കിലും താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്താൽ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാലും നിങ്ങളുടെ എല്ലാ സംശയങ്ങളും പരിഹരിക്കപ്പെടുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കണ്ട, ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗപ്പെടുത്തുക. 5 ദിവസം വളരെ പ്രധാനപ്പെട്ടതായിട്ട് തന്നെ എടുത്ത് നിങ്ങൾ പഠിക്കുക. അതിനുശേഷം കൊള്ളാമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ആപ്പ് ഓഫറോടുകൂടി തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.